വാസനത്തിൽ വരണമെന്ന് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വരണമെന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു, അച്ഛനെ സ്വപ്നം കണ്ടു. ഭാവിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇത് പബ്ലിക്കായിട്ട് പറയാൻ പറഞ്ഞിരിക്കുന്ന ഒരു ധൈര്യം പരിശുദ്ധാത്മാവിൽ നിന്ന് വരും. വാസനത്തിൽ വരണമെന്ന് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വരണമെന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു, അച്ഛനെ സ്വപ്നം കണ്ടു. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞില്ലേ ഈ കാര്യങ്ങൾ അവിടെ നിന്ന്, അതുപോലെ അച്ഛൻ എന്നോട് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. പിറ്റേ ദിവസം മാതാവിന്റെ പെരുന്നാൾ വരും. ഞാൻ എഴുന്നേറ്റപ്പോ അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോകാൻ ഈശോ എനിക്കൊരു പ്രേരണ തന്നിട്ടുണ്ട്, അപ്പൊ ഞാൻ പോകുന്നുണ്ട്. അപ്പൊ ഒരു കൊല്ലം ഞങ്ങൾ വരുന്നത്. അപ്പൊ അച്ഛനെ കണ്ട് സംസാരിക്കാൻ എനിക്ക് പെട്ടെന്നൊരു ആഗ്രഹം വന്നു. എഡ്യൂക്കേറ്റഡ് ആൾക്കാർ ഇതിലേക്ക് വരുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പോപ്പുലറായ ആളുകള് നല്ല പ്രൊഫൈലുള്ള ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അവർക്ക് ഉണ്ടാകുന്ന അനുഭവം പബ്ലിക്കിനോട് പറയാൻ അവർക്ക് ഒരു മടിയോ സങ്കോചമോ അത് വലിയൊരു കാര്യമാണ്. കാരണം അനുഗ്രഹം പ്രാപിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇത് പബ്ലിക്കായിട്ട് പറയാൻ പറഞ്ഞിരിക്കുന്ന ഒരു ധൈര്യത്തിന്റെ സഭയെ കെട്ടിപ്പടുത്തുകയാണ് കർത്താവെ. എല്ലായിടത്തും വിശ്വാസ കർത്താവെ ഞങ്ങൾ സങ്കടപ്പെടുകയും ആത്മഭാരത്തെ അനുഭവിക്കുകയും ചെയ്യുന്നു. അവിടെ എല്ലാം അങ്ങ് വലിയ ഭടന്മാരുണ്ടാകാൻ വലിയ സൈന്യനിര, സുവിശേഷത്തിന്റെ വലിയ സൈന്യനിര കർത്താവെ, അമ്മ മാതാവിന്റെ മധ്യസ്ഥതയിൽ കർത്താവെ നിലവിൽ വരാൻ ഞങ്ങളെ അങ്ങ് ഉപകരണമൊക്കെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സുരക്ഷിത വേല ശുശ്രൂഷ കേൾക്കുന്ന ജനങ്ങളിലേക്ക് വിശ്വാസം ചെയ്തിട്ടുണ്ട് കർത്താവെ. അവർ സുരക്ഷിത സാക്ഷികളായ കർത്താവെ, അവരങ്ങയും എല്ലാ ജീവനേക്കാളും ഉപരി അങ്ങ് സ്നേഹിച്ചുകൊണ്ട് അങ്ങക്ക് വേണ്ടി ജീവിത സാക്ഷ്യം വയ്ക്കാൻ ഞങ്ങളുടെ ഉപകരണമൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുക. ഇവിടെ ജോസഫച്ചനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ദീർഘമായ ചില പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ കർത്താവെ കാലഘട്ടങ്ങളിൽ ആവശ്യമായ വലിയ ദൈവിക ദൗത്യങ്ങൾ ഏൽപ്പിച്ചതിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് അച്ഛൻ്റെ ആരോഗ്യത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, അച്ഛനെ ബലപ്പെടുത്തണമേ. ആന്തരിക ബാഹ്യ അവയവങ്ങളിൽ കർത്താവെ നല്ല ശക്തി വ്യാപരിക്കണം. വിശുദ്ധമ്മയുടെ വിലയേറിയ മധ്യസ്ഥതയിൽ ഈശോയെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അച്ഛനെ കൂടുതൽ ആരോഗ്യത്തോടെ ദൈവജനത്തിന് കർത്താവെ ദീർഘകാല ശുശ്രൂഷ ചെയ്യാൻ ശക്തനും ധീരനുമായി ദൈവമേ ആരോഗ്യത്തിൽ ബലപ്പെട്ട് കർത്താവെ മനസ്സിൽ കൂടുതൽ ധൈര്യപ്പെട്ട് ആത്മാവിൽ കൂടുതൽ ഉണർവോടെ കർത്താവെ ഈ കാലഘട്ടത്തിൽ അനേക ലക്ഷങ്ങളെ യേശുവിലേക്ക് കൊണ്ടുവരാൻ കർത്താവെ അങ്ങയുടെ മകനെ കൂടുതൽ പരിസോടെ ഇടയാക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. Lord Jesus Christ, pour out His Spirit into the fire, bring us up with the precious blood, and increase His Spirit, increase His Father.